നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു നവഗ്രഹങ്ങളിൽ സേനാനായകനായ സത്വത്തിൻ്റെ, ധൈര്യത്തിൻ്റെ, സാഹസികതയുടെ ഒക്കെ പ്രഭാകേന്ദ്രമായ ചൊവ്വയുടെ ധനുരാശിയിലേക്കുള്ള ചാരവശാലുള്ള മാറ്റവും ശുഭാശുഭ ഫലങ്ങളും. ചൊവ്വ 2025 ഡിസംബർ 7-ാം തീയതി ധനുരാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. 1201 മകരമാസം 1-ാം തീയതി വരെ, അതായത് 2026 ജനുവരി 15 വരെ ചൊവ്വ ധനുരാശിയിലാണ്. പിന്നെ ചൊവ്വ തൻ്റെ ഉച്ചക്ഷേത്രമായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ 3 രാശികൾ വൃശ്ചികം, ധനു, മകരം, ചൊവ്വ വളരെ ബലവാനാണെന്ന് അറിയുക. ഇപ്പോൾ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്നു. ഏതെല്ലാം രാശിക്കാർക്ക് ഈ ചൊവ്വ നന്മകളെ പ്രദാനം ചെയ്യുമെന്ന് നമുക്കാദ്യം ചിന്തിക്കാം. മേടം രാശിക്കാർക്കും, കർക്കിടകൻ രാശിക്കാർക്കും, തുലാൻ രാശിക്കാർക്കും, വൃശ്ചികൻ രാശിക്കാർക്കും, ധനുരാശിക്കാർക്കും, കുംഭൻ രാശിക്കാർക്കും, മീനം രാശിക്കാർക്കും ഈ ചൊവ്വ വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും. മറിച്ച് ഇടവൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, ചിങ്ങൻ രാശിക്കാർക്ക്, കന്നി രാശിക്കാർക്ക്, മകരൻ രാശിക്കാർക്കും ഈ ചൊവ്വ മിശ്ര ഫലങ്ങളെയും പ്രദാനം ചെയ്യാം, അല്ലെങ്കിൽ ദോഷഫലങ്ങളെയും പ്രദാനം ചെയ്യാം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ കാരകധർമ്മം എന്താണെന്ന് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം. ഭ്രാത സത്വഞ്ച ഭൗമ ക്ഷിതിരപി. ഭ്രാത സഹോദര കാരകനാവുന്നു ചൊവ്വ. സത്വം എന്നാൽ ഇളകാത്ത മനസ്ഥിതിയാണ്. സാഹസികത, ധൈര്യം, എന്തിനേയും പ്രതിരോധിക്കുവാനുള്ള ചങ്കൂറ്റത്തെയൊക്കെയാണ് നാം സത്വബലം എന്ന് പറയുന്നത്. അത് ചൊവ്വയുടെ കൈമുതലാണ്. ക്ഷിതിരപി, ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും നാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ്. ചൊവ്വ ഭൂമികാരകനാണ്. അതിനാൽ ഭൂമിയുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളും, കൺസ്ട്രക്ഷൻ മുതൽ ഭൂമി ക്രയവിക്രയങ്ങൾ, ഭൂമിയുടെ ലാഭം, ഇതൊക്കെ തന്നെ ചിന്തിക്കുമ്പോൾ ചൊവ്വയുടെ ബലവും കൂടി നാം അറിയേണ്ടതുണ്ട്. ഇവിടെ ചൊവ്വ ധനുരാശിയിൽ തൻ്റെ സുക്ഷേത്രത്തിൽ വളരെ ശക്തരായി നിലകൊള്ളുന്നു. അതിനാൽ നമുക്ക് ഓരോ രാശിക്കാരുടെയും ചാരവശാൽ ഈ ചൊവ്വയുടെ മാറ്റം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതെന്ന വിഷയം ചിന്തിക്കാം, ചർച്ച ചെയ്യാം. ചാരവശാൽ ചൊവ്വ ധനുരാശിയിൽ നിൽക്കുന്ന 9-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇവിടെ നാം വളരെ കാര്യമായി അറിയേണ്ടുന്നൊരു വിഷയം എന്താണ്? മേടം രാശിയുടെ അധിപനാണ് ചൊവ്വ. മേടൻ രാശ്യധിപനായ ചൊവ്വയാണ് 9-ാം ഭാവത്തിൽ നിൽക്കുന്നത്. വളരെ നല്ലതാണെന്ന് അറിയുക. അതിൻ്റെ 2 വശങ്ങളും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു മേടൻ രാശി. ഈ മേടൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് ശക്തമായി 9-ാം ഭാവത്തിലാണ്. പക്ഷേ ഈ 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ പല കാര്യങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളിൽ പാളിപ്പോകാൻ പാടില്ല. അവിടെ ചാരവശാൽ എന്ന് സൂര്യനുമുണ്ട് ഒരു മാസക്കാലത്തോളം. അതിനാൽ ജനുവരി 15 വരെ മേടൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വ പല വിഷയങ്ങളിലും സംഘർഷങ്ങൾ കൂടുതൽ അനുഭവിക്കുക, അങ്ങേയറ്റം ബ്ലഡ് പ്രഷർ അനുഭവിക്കുക, വർക്ക് അണ്ടർ പ്രഷർ, ഇതൊക്കെ വരുമ്പോൾ പലപ്പോഴും തൻ്റെ നിയന്ത്രണം പാളിപ്പോകും. താൻ വളരെ പ്രകോപിതനാകും. അധ്യാപകനാണെങ്കിൽ കുട്ടികളെ പെട്ടെന്ന് ശകാരിക്കും, കുട്ടികളെ പെട്ടെന്ന് വഴക്കിടും, കുട്ടികളെ പെട്ടെന്ന് അടിക്കും, മർദ്ദിക്കും, പ്രശ്നത്തിൽപ്പെടും. ഗൃഹനാഥനാണെങ്കിൽ കുട്ടികളോട് വിദ്വേഷം പുലർത്തും, സഹോദരങ്ങളോട് വളരെയധികം അതൃപ്തി പ്രകടിപ്പിക്കും, ഭൂമിപരമായ വിവാദങ്ങളുണ്ടാകും. ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് വളരെയധികം മോശമായി പെരുമാറും. ഒരു പട്ടാള ഓഫീസറാണെങ്കിൽ തൻ്റെ കീഴിലുള്ള തൻ്റെ ജോലിക്കാരോടൊക്കെ വളരെ അപമര്യാദയായി, വളരെ റൂഡായി പെരുമാറുന്നൊരവസ്ഥ വരും. ഇവിടെയൊക്കെ വളരെയധികം നിയന്ത്രണം പാലിക്കണം എന്ന് മാത്രമാണ് ഈ രാശിയിൽ പറയാനുള്ളത്. അല്ലാതെ ഈ ചൊവ്വ വളരെയധികം മികച്ച പ്രകടനം കാഴ്ചവെച്ച് വളരെയധികം പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പര്യാപ്തമാണ് ഈ ചൊവ്വ എന്നുകൂടി അറിയുക. ഈ ചൊവ്വ അഷ്ടമാധിപനാണ്. മേടൻ രാശിയുടെ 8-ാം ഭാവം വൃശ്ചികൻ രാശിയുടെ അധിപനും കൂടിയാകയാൽ ശാരീരികമായി പെട്ടെന്ന് തളർച്ച, വലതുഭാഗങ്ങൾക്കുള്ള തളർച്ച, അല്ലെങ്കിൽ പാദങ്ങൾക്കുള്ള ആഘാതം, വീഴുക, എല്ല് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ഇയർ ബാലൻസിങ്ങുമായി ബന്ധപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, പെട്ടെന്ന് തലകറങ്ങി വീഴുക, BP കൂടുക മുതലായ ക്ലേശങ്ങളും ഉണ്ടാകും. ഏതായാലും മേടൻ രാശിക്കാർക്ക് ഈ ചൊവ്വ നല്ലതാണ്. ധർമ്മേ ഘവാൻ, അഘവാൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പലപ്പോഴും തൻ്റെ
വികാര വിചാരങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ താൻ വളരെയധികം കുടുക്കിൽപ്പെടും, പ്രശ്നത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് ജാഗ്രത ആ വിഷയത്തിൽ പാലിക്കുക. ഇവിടെ നന്നായി സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓം വരാഹമൂർത്തയെ നമഃ എന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരം ഭൂമി വിൽപ്പന ആഗ്രഹിക്കുന്നവർക്ക് തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭൂമി പുഷ്പാഞ്ജലി ചെയ്യുക. എന്നിട്ട് ആ ഭൂമി പുഷ്പാഞ്ജലി ചെയ്ത് വിൽക്കുവാനുള്ള ഭൂമിയിൽ സ്ഥലവിൽപ്പന യന്ത്രമോ അല്ലെങ്കിൽ കുരുതിയോ തിരുമേനി തരുന്നത് അവിടെ തളിച്ചാൽ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങളൊക്കെ മാറും. മഹോഗ്രാമതിർ ഭാഗ്യവിത്തം മഹോഗ്രം തപോഭാവകോ മംഗലസ്ഥം കരുതി. 9 ചൊവ്വ വരുമ്പോൾ മഹോഗ്രാമതിഹി നല്ല ബുദ്ധി പ്രദാനം ചെയ്യും. ഭാഗ്യവിത്തം സാമ്പത്തികമായി വളരെ ഗുണപരമാകും, ഭാഗ്യമുണ്ടാകും. ഭവേൻ ആദിമശ്യാലക സോദരോവ, തൻ്റെ ആദിമ ശ്യാലക സോദര, തൻ്റെ മൂത്ത സഹോദരങ്ങൾക്കും ശ്യാലന്മാർക്കും വളരെയധികം ദോഷമാണ്. സഹോദരി ഭർത്താവിനും വളരെയധികം ദോഷമാണ് ഈ ചൊവ്വ. കുതോ വിക്രമ തുച്ഛലാഭോ വികാവ്, തുച്ഛലാഭോ വിഭാഗേ. പലപ്പോഴും ഫലം പഴുത്ത് പറിക്കാൻ നോക്കുമ്പോൾ പുഴുക്കുത്തുണ്ടാകുമെന്നാണ്. പല കാര്യങ്ങളിലും അവസാന സമയം ക്ലേശങ്ങൾ വന്ന് തൻ്റെ സൗഭാഗ്യത്തെ തട്ടിത്തെറിപ്പിക്കുമെന്നും ഫലം പറഞ്ഞിട്ടുണ്ട്. അതിനാൽ ഈ ചൊവ്വ ശ്രദ്ധിച്ചാൽ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് മാത്രം ഞാൻ പറയുന്നു. വലിയ പ്രശ്നങ്ങളിലൊക്കെ മധ്യസ്ഥം പറഞ്ഞ് തനിക്ക് ധാരാളം കാശുണ്ടാക്കാൻ കഴിയും. ഈ പാറക്കെട്ടുകൾ, അപ്രകാരം തന്നെ കരിമണൽ ഖനനം, പാറ പൊട്ടിക്കൽ മുതലായ പ്രവർത്തനങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ ഈ ചൊവ്വ ഈ 40 ദിവസക്കാലം വളരെ ആശ്വാസമേകും. അവരുടെ പേപ്പേഴ്സൊക്കെ ശരിയായി അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുവാൻ കഴിയുന്നതാണ്. എല്ലാ മേടൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു 40 ദിനക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.